വായ തുറന്ന് ആരെങ്കിലും ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലും ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാതെ ഇവിടെ കടന്നിട്ട് സംഘപരിവാർ കടന്നിട്ട് ഒരു സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും ജനങ്ങളെ പൾസ് മനസ്സിലാക്കാതെ ഇവിടെ കടന്നിട്ട് ഇതാ ഇതന്നെയാ സിനിമയിലും പറയുന്നത്. കൊല്ലാം പറ്റിയ ഫേസ്. ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുകയും ആ സിനിമയെ ബഹിഷ്കരിക്കാൻ നിങ്ങളുടെ അനുയായികളെ തന്നെ പ്രേരിപ്പിക്കും വിധമുള്ള പ്രസ്താവനകൾ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരു തെറ്റായ മെസ്സേജായി പോവുകയല്ലേ? രേണുക, എനിക്ക് മനസ്സിലായില്ല ആരാണ് ചിത്രം ബഹിഷ്കരിക്കാനായിട്ട് ആരാണ് ആവശ്യപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി അത് കയറി പിടിച്ചോ? പിടിക്കാനൊന്നുമില്ല, എനിക്ക് ആളെ നന്നായിട്ട് അറിയാം. കൊറേ നാളായി ഞാനും കാണുന്നുണ്ട്. വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. മനസ്സിലാക്കിയില്ല. ഡീഗ്രേഡിംഗ് ഈ ചിത്രത്തിനെതിരെ നടക്കുന്നു. ഞങ്ങൾ രാവിലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. പണ്ട് ഇറങ്ങിയ പല ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർ നൽകിയിട്ടുള്ള പ്രതികരണങ്ങൾ കൂട്ടിച്ചേർത്തുള്ള വീഡിയോകൾ പ്രചരിക്കുകയാണ്. ചിത്രം കൊള്ളില്ല, വളരെ പാഴാണ്, സമയം കളയരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്തെന്ത് മോഹങ്ങളായിരുന്നു, എല്ലാം പാഴായി പോയല്ലോ ദൈവമേ. ഗോദ്ര സംഭവം RSSന്റെ തലയിൽ കെട്ടിവെക്കുന്നത് ശരിയാണെന്നാണോ പറയേണ്ടത്? അവിടെ അതേപോലെ തന്നെ ഇത് കത്തിക്കാൻ ശ്രമിച്ച മറ്റേ തീവണ്ടി കത്തിക്കുന്നത് കാണിക്കാതിരിക്കുന്നത് ശരിയാണെന്നാണോ പറയേണ്ടത്? വേണ്ട വേണ്ട വേണ്ട, നിന്റെ ഈ പടക്കം പൊട്ടിക്കലുണ്ടല്ലോ അത് എന്നോട് വേണ്ട. നിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. തനിക്ക് അവനെ അറിയാഞ്ഞിട്ടാ. അവനെ ആന്ത്രാക്സിനേക്കാൾ അപകടകാരിയാ. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കൃത്യമായ രാഷ്ട്രീയ നറേഷനുകൾ ശരിയാണെന്നാണോ പറയേണ്ടത്? എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായ എന്നുവെച്ചാൽ രാഷ്ട്രീയത്തിലെ പുഴുക്കുത്തുകൾക്കെതിരെ നിലപാടെടുക്കുന്ന സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. അതിൽ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ മാത്രമല്ല. നേരത്തെ തന്നെ ഈ ചിത്രത്തിൽ ചൂണ്ടിക്കാണിച്ചുവല്ലോ, മുഖ്യമന്ത്രിയെ എന്ന് തന്നെ പറയാൻ പറ്റുന്ന തരത്തിൽ ഇതിൽ പരിഹസിക്കുന്നുണ്ട്, അതിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു പൂശ വെച്ചോണ്ടല്ലോ വലതുപക്ഷ രാഷ്ട്രീയം അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിനേറ്റിട്ടുള്ള ലക്ഷ്യം, അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് പിന്നോട്ട് പോകുന്നത്, അവർ എങ്ങനെയാണ് വർഗീയതയെ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് പോലും പറയുന്നുണ്ട് ഈ ചിത്രത്തിൽ. അപ്പോൾ നിങ്ങളെ മാത്രം ലക്ഷ്യമിടുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക അജണ്ട ഈ ചിത്രത്തിനുണ്ട് എന്ന് എന്തിന് കരുതണം? ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായിട്ട് പൃഥ്വിരാജിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ള ചിത്രമാണ്. പാമ്പ് കടിച്ചവന്റെ തലേ തേങ്ങ വേണമെന്ന് പറഞ്ഞാൽ ഇടിവെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചെന്ന് പറയടേ. അല്ല, ഒന്ന് തന്നെ. നിങ്ങൾ ചിത്രം പിടിച്ചോളൂ. നിങ്ങൾ ചിത്രത്തിന് നിങ്ങൾക്ക് സെൻസർഷിപ്പിന് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളത് കഴിഞ്ഞിട്ട് ആ ചിത്രം ഒരു സർവതന്ത്ര സ്വതന്ത്ര ചിത്രമാണ്, ഇത് കേരളത്തിന്റെ മനസാക്ഷിയുടെ ചിത്രമാണ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അതൊരു പുതിയ കാര്യമല്ലല്ലോ. അവനോട് പറഞ്ഞേ, അവന്റെ അവസാനം കണ്ടിട്ടേ ഞാൻ ഇറങ്ങുന്നത്. എനിക്ക് മനസ്സിലാവാത്ത പ്രശ്നം, നേരത്തേക്ക് സൂചിപ്പിച്ച ആളുകളൊക്കെ പറഞ്ഞു ഇത് ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ മുതൽ മുടക്ക് എത്രയാണ്, ഒരു കണക്കുകൾ വേണ്ട ഇതിനെ സംബന്ധിച്ച്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായേ മച്ചു മാട വേണ്ട ഏട്ടാ, തടി കേടാവും. ആ ചിത്രത്തിന്റെ വരുമാനം കേരളത്തിന് 3.5 കോടി ജനങ്ങൾ സിനിമ കണ്ടാൽ പോലും എത്ര കോടി രൂപയാണ് കേരളത്തിന് അതിൽ നിന്ന് കിട്ടാൻ വേണ്ടി പോകുന്നത്? എന്തുകൊണ്ടാണ് ആദ്യത്തെ ഇതിന്റെ വിതരണക്കാർ മാറി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യണം. എന്റെ ഗുരുവായൂരപ്പ, ഈ വരുന്നതാരാ? ആ മൊത്തത്തിൽ എത്ര ലക്ഷങ്ങളുണ്ടേ? ഇട്ട് വട്ട് കളിപ്പിക്കുന്നത് എല്ലാവർക്കും ഒരു രസമാണ്. ഇവിടെ ഹമാസിന് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ച ആളുകളുണ്ടല്ലോ, ഇപ്പൊ എന്താ അവരുടെ അവസ്ഥ? അവൾ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതെ, ഹമാസിനെതിരായിട്ട് പലസ്തീനിൽ പോലും പ്രകടനം നടക്കുകയാണ്. ഇത് തിരിച്ചറിയേണ്ടതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ലഷ്കർ ഇ തൊയ്ബയിലേക്ക് ചേരുന്ന ഞാൻ സീക്രട്ട് ഏജന്റുമാര് ചിരിച്ചോണ്ട് കാര്യമായില്ല. പിന്നെ എന്ത് ചെയ്യണം സാർ? വിളിച്ചു പറയുമ്പോ പിന്നെ എന്ത് ചെയ്യണം സാർ? മുമ്പോട്ട് വെച്ചാൽ മുമ്പോട്ട് തന്നെ വരൂ. ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാതെ ഇവിടെ കടന്നിട്ട് സംഘപരിവാർ കടന്നിട്ട് ഒരു സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും ജനങ്ങളെ പൾസ് മനസ്സിലാക്കാതെ ഇവിടെ കടന്നിട്ട് ഇതാ ഇതന്നെയാ സിനിമയിലും പറയുന്നത്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഒരു സിനിമ ഇറങ്ങി നിങ്ങൾക്ക് ഒരു വിമർശനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇഡിയെ കൊണ്ടുവരും, നിങ്ങൾ ആ സിനിമേന്റെ ഫണ്ടിനെ കുറിച്ച് ചോദിക്കും. നിങ്ങൾ അതിര് കിടക്കുന്നു. അവസരം തരൂ, ആരാണാവോ അത്? ഞാനാണാവോ അത്? കേട്ടിട്ട് ഒരു മനുഷ്യൻ കേട്ടിട്ടതിൽ ഒരു ലോജിക്ക് തോന്നണ്ടേ സാർ? മനുഷ്യൻ കേട്ടിട്ടതിൽ ഒരു ലോജിക്ക് തോന്നണ്ടേ സാർ? പൊട്ടന്മാര്
പൊട്ടന്ന ലോക പൊട്ടനാണ്, പൊട്ടന്ന ലോക പൊട്ടൻ. നിങ്ങൾക്ക് ഒരു വിമർശനം വരുമ്പോ ഇവിടെ ഇറങ്ങുന്ന എല്ലാ സിനിമകളുടെയും പ്രൊഡക്ഷന്റെ കോസ്റ്റ് സാറിന് അറിയോ? എല്ലാ സിനിമകളും അങ്ങനെ പുറത്ത് വിട്ടിട്ടാണോ ഒരു സിനിമ പുറത്തിറക്കാറ്? ട്രൗസർ ഇടാണ്ട് പോടാ, ഇങ്ങനെ വീഴ്ച പോടാ. അല്ല, അത് ഇത്ര കഷ്ടമായി പോയിട്ടോ. ഓൻ എത്ര വിഷമം ഉണ്ടാവില്ല. സിനിമകളുടെ വരുമാനത്തെ കുറിച്ച് 100 ഒരു സിനിമ വന്ന് ആ സിനിമ ഒരു മാസം ഓടിയതിനു ശേഷം തിയേറ്റർ അസോസിയേഷൻ അതിന്റെ കണക്കുകൾ പുറത്തുവിടും, പ്രൊഡ്യൂസർ അസോസിയേഷൻ പുറത്തുവിടും. കഴിഞ്ഞ വർഷം 2024 നടന്നില്ല പൊളിഞ്ഞ ചിത്രങ്ങളുടെ കണക്കുകൾ ഇവിടെയുണ്ട്. വിശ്വാസമാകുന്നില്ലേ? വെറുതെ അല്ലേ ചോദിച്ചോക്ക്. കോടിയുടെ കണക്കുകൾ പറയുന്നത് പൃഥ്വിരാജ് 200 കോടി പറഞ്ഞിട്ടുണ്ടോ? മോഹൻലാൽ 200 കോടി പറഞ്ഞിട്ടുണ്ടോ? നാൽക്കാലികളെ ആരും നീന്താൻ പഠിപ്പിക്കാറില്ല. തലച്ചോറുള്ള അച്ഛന്റെ മോനാവുമ്പോ എല്ലാവരും തനിയെ പഠിച്ചോളും. ഇവിടെ കിരൺ ബാബു ഇവിടെ ഈ ചിത്രത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, ED എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നത് ഈ ചിത്രത്തിൽ തന്നെ സൂചിപ്പിക്കുന്നു. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയും. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഞാൻ പറഞ്ഞത്. ഇനി നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ ചർച്ച പുരോഗമിക്കുമ്പോൾ ബജറ്റിലേക്കാണ്, ചിത്രത്തിന്റെ ബജറ്റിലേക്കാണ് പോകുന്നത്. ബജറ്റ് എന്താണ് എന്നത് ഇതിന്റെ അണിയറ പ്രവർത്തകർ ഇതുവരെ പുറത്തു പറഞ്ഞില്ല. അപ്പോൾ ഒരു ബജറ്റ് ഒരു പ്രശ്നമാകുമോ? ഇനിയിപ്പോൾ ഞങ്ങൾ വിമർശിക്കുന്നതേ ഉള്ളൂ, അതിനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട്, ബാക്കി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം എന്നതാണോ ഇതിന്റെ പൊരുൾ? അത് ഞാനെങ്ങനെ ഓപ്പണായിട്ട് പറയണേ? കലാകാരൻ മണ്ണെണ്ണയാണോ? മണ്ണെണ്ണ അത് ഈ ലോകം മുഴുവൻ കത്തി പറയും. അല്ല, നിങ്ങൾക്ക് അത് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം. ഇന്നലെ വരെ വായ തുറന്ന് ആരെങ്കിലും പുലിയാണ് കേട്ടാ. സിനിമ വെച്ച് വിമർശിക്കണം സാർ. ഈ പറയുന്ന ഗുജറാത്ത് കലാപം ഉണ്ടായ സമയത്ത് അത് ഹിന്ദുക്കൾക്കെതിരായ വംശഹത്യയാണെന്ന് അംഗീകരിക്കാതെ കണ്ട് മുസ്ലിം വംശഹത്യയാണെന്ന് പറഞ്ഞവരാണ് സിനിമയുടെ പിന്നില്. വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും അതേ ദുരവസ്ഥ ഇന്നും നിലനിൽക്കുന്നു. മറ്റൊരു മുഖാവരണവുമായി മാറിയേ തീരൂ. ഇപ്പൊ എന്താ പറഞ്ഞത് മനസ്സിലായി? ആരാണ് ഈ സിനിമയിൽ ഇത് ഗുജറാത്ത് കലാപമാണെന്ന് പറഞ്ഞത്? പൃഥ്വിരാജ് പറഞ്ഞു. ഗുജറാത്ത് കലാപത്തെ കുറിച്ചൊക്കെ കേട്ടോ ശരിയാണോ? നിങ്ങളുടെ തോന്നലല്ലേ? ഒരു ട്രെയിൻ കത്തിക്കഴിഞ്ഞാൽ അത് ഗുജറാത്ത് കലാപത്തിൽ കത്തിയ ട്രെയിനാണ് നിങ്ങൾ എങ്ങനെ പറയും? മുരളി ഗോപി പറഞ്ഞോ? പൃഥ്വിരാജ് പറഞ്ഞോ? ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണമല്ലോ. ഇന്നലെ വരെ എമ്പുരാന്റെ പോസ്റ്ററുകൾ കവർ ഫോട്ടോ ആക്കിയിരുന്നവർ, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രചാരണം നടത്താം. ഞങ്ങളുടെ മോഹൻലാലിന്റെ ചിത്രമാണല്ലോ, ഞങ്ങളുടെ സംഘപരിവാറിനൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അനുഭവമുള്ള മോഹൻലാലിന്റെ ചിത്രം എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇത് കവർ ഫോട്ടോയാക്കി ഇതിന് സർവത്ര പ്രചാരണം കൊടുത്തിരുന്നവരെ പോലും പൃഥ്വിരാജ് പറ്റിച്ചു. അതാണ് അവരുടെ ഏറ്റവും വലിയ വിഷമം. ഇനി പൊട്ടന്മാര് ഇതാണ് എന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അവർ ഇതിന് മാക്സിമം പ്രൊമോഷൻ നൽകി ഇന്ന് പോയി തിയേറ്ററിൽ അബദ്ധത്തിലായി ഇത് മോഹൻലാലിന്റെ പ്രൊഫഷന്റെ ഭാഗമാണ്. അദ്ദേഹം പണം വാങ്ങിക്കും. മോഹൻലാലിന്റെ പ്രൊഫഷന്റെ ഭാഗമാണ്. അതാ എന്താ തെറ്റ്? അതിനെ ചോദിക്കാം. നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾ പറഞ്ഞത് അത് പ്രൊഫഷന്റെ ഭാഗമാണ്. അതിനെ ചോദിക്കാം. നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്താ പ്രശ്നം? പക്ഷേ ചിത്രത്തിന്റെ നിർമ്മാതാവിനെ സംബന്ധിച്ചും ചിത്രത്തിന്റെ സംവിധായകനെ സംബന്ധിച്ചും അവരുടെ രാഷ്ട്രീയം ഇതിനകത്ത് കൂട്ടിക്കലർത്തിയിട്ടുണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നീ എന്താണ് വിചാരിച്ചത്? ഞങ്ങൾ പൊട്ടന്മാരാന്നാ? ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, ഞാൻ വെറും ഊളയാണ്.